ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം. ഭക്ഷണം കഴിഞ്ഞ് ഇപ്പൊ തന്നെ ചെയ്തു തീർക്കാം. നാളെ രാവിലെ ഉറപ്പായിട്ടും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് ചിലരെങ്കിലും പറയുന്ന ഒരു മറുപടിയാണത്. ഇങ്ങനെ പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകൽ. നാളെ നാളെ നീള നീള എന്ന് പറയുന്നത് പോലെ. നമ്മളിവിടെ ഇതിനെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ചെയ്തു തീരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുകയും അത് ചെയ്തു തീർക്കാൻ കഴിയാതെ വരികയും ഒക്കെ ചെയ്യും. അത് നമ്മുടെ ജോലിക്ഷമതയെയും വിജയത്തെയും ഒക്കെ തടസ്സപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ഒരു ജോലി ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണമെന്ന്. എന്നാൽ അത് ചെയ്തു തീർക്കാൻ സ്വന്തമായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഇല്ലാതെ ആവുക, ആ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാതെ ആ ജോലി മാറ്റിവെക്കുക, ഈ ഒരു മാറ്റിവെക്കുന്ന അവസ്ഥയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ വലിയൊരു സ്ട്രെസ്സിലേക്കും ഒരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളിലേക്കുമൊക്കെ കൊണ്ടുപോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ചെയ്യാതെ മാറ്റിവെക്കുന്നത്? ഒന്ന്, സെൽഫ് കൺട്രോൾ കുറയുക. നമുക്ക് നമ്മളെ തന്നെ പല കാര്യങ്ങളിലും നിയന്ത്രിക്കാൻ കഴിയാതെ വരിക. പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുക. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറിപ്പോവുക. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലെ പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയാതെ വരിക. രണ്ട്, ഫിയർ ഓഫ് ഫെയിലിയർ. ആ കാര്യങ്ങൾ ഞാൻ ചെയ്താൽ ശരിയാകുമോ? എനിക്കത് ചെയ്തു തീർക്കാൻ പറ്റുമോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇങ്ങനെയുള്ള ഒരു പരാജയ ഭീതി. മൂന്ന്, സെൽഫ് ഡൗട്ട്. എന്നെക്കൊണ്ടത് ചെയ്തു തീർക്കാൻ സാധിക്കുമോ? എനിക്കതിനുള്ള കഴിവുണ്ടോ എന്ന് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതെ ആവുക. നാല്, പെർഫെക്ഷനിസം. ചിലരെങ്കിലും ആ വർക്ക് ചെയ്തു തീർക്കുക എന്നതിലുപരി അതിൻ്റെ പെർഫെക്ഷനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ജോലി മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നത് ആ ജോലി സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയാതെ വരികയും അതോടൊപ്പം തന്നെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും കൂടാതെ ഒരു ഉയർന്ന സ്ട്രെസ് ലെവലിലേക്കും ആങ്സൈറ്റിയിലേക്കുമൊക്കെ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഐഡൻറ്റിഫൈ ആൻഡ് അഡ്രസ് ബാരിയേഴ്സ്. എന്താണ് നമ്മളെ ആ കാര്യം ചെയ്യിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാം. ചിലപ്പോൾ നമുക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം സ്വീകരിക്കാം. ഒരു സ്റ്റെപ്പ് നേരത്തെ തന്നെ മുന്നോട്ട് വയ്ക്കുക. നാളെ രാവിലെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ അടുപ്പിച്ച് വെക്കുക. അങ്ങനെയെങ്കിൽ രാവിലെ ആ ഒരു കാര്യം കണ്ടില്ല, അത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഏറ്റവും നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാവും. അത് പലർക്കും വ്യത്യസ്തമായിരിക്കും. ചില ആൾക്കാർക്ക് രാത്രി വൈകി വരെ ഇരുന്ന് പഠിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റും. എന്നാൽ മറ്റു ചിലർക്ക് അത് അതിരാവിലെ ചെയ്യാനായിരിക്കും പറ്റുന്നത്. ഏതാണ് നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സമയമെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. കൃത്യമായ ബ്രേക്കുകൾ എടുക്കുക. പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്യുകയും റെസ്റ്റ് എടുക്കാനും ഉള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാതെ പൂർണ്ണമായും അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ജോലികൾ ചെയ്തു തീർക്കാതെ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഒരു ജോലി ചെയ്തു തീർക്കുന്നതിനെ പറ്റി ആലോചിക്കാതെ ആദ്യം തന്നെ ഇത് തീരുമോ എന്ന് ചിന്തിക്കാതെ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുക. ഒരു എസ്സേ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് അത് തീർക്കുന്നതിനെ പറ്റി ചിന്തിക്കാതെ ആദ്യം അതിൻ്റെ ആദ്യത്തെ വരികൾ എഴുതി തുടങ്ങാം.
ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടും നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫഷണൽ സഹായം സ്വീകരിക്കുക.